എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്ന് മുതൽ കാണാൻ പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമെ സീരീസിന്റെ സീസൺ 6 ആണ്. അതിലെ എപ്പിസോഡ് 1. അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ യൂണറിനെയാണ് കാണിക്കുന്നത്. ബ്ലാക്ക് സ്മോക്ക് വന്നിട്ട് നടന്ന ഇൻഫർമേഷൻസ് അതെല്ലാം പറയുവാണ്. സിയോയൻ ഒരുപാട് സ്ട്രോങ് ആയി എന്ന് എന്തൊക്കെയോ ആയി എന്ന് പറയുവാണ്. എന്നാൽ ബ്ലാക്ക് സ്മോക്ക് അവളുടെ ഫ്യൂച്ചർ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാൻ ലീഡർ ആകാനുള്ളത് അതിന്റെ കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ യൂണറെ എനിക്ക് മനസ്സിലായി, ഈ പ്രശ്നമൊന്ന് തീരട്ടെ എന്ന് പറയുകയാണ്. സമയമാകുമ്പോൾ എല്ലാം പറഞ്ഞോളാം എന്നോട് പറയുന്നുണ്ട്. ബ്ലാക്ക് സ്മോക്ക് ആണെങ്കിൽ സിയോയിനെ പറ്റി ഓരോന്ന് പറയുന്നു. അവൾ അവന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതവൻ അറിയുന്നില്ല എന്നൊക്കെ മനസ്സിൽ സിയോയൻ ജിയാനൻ അക്കാഡമിയിലേക്ക് വരുവാണ് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് അവൾക്ക് ഹാപ്പി. പ്രോമിസ് പൂർത്തിയാക്കാൻ വരുവാണ്. ബ്ലാക്ക് സ്മോക്കിനോട് പുറത്ത് മാത്രം നോക്കിയാൽ മതി, ഇമ്പോർട്ടൻ്റ് ആയ കാര്യം മാത്രം ഉണ്ടെങ്കിൽ വന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് വിടുകയും ചെയ്തു. അതിനുശേഷം തിരികെ പോകുമ്പോഴാണ് ബായ്ഷാൻ എന്ന ഒരാളെ കാണിക്കുന്നത്. അവനോടൊപ്പം ട്രെയിനിങ് ചെയ്യാനായിട്ട് പറയുമ്പോൾ ഇപ്പോൾ സമയമില്ല, എനിക്ക് ഒരാവശ്യമുണ്ട് എന്ന് പറഞ്ഞു പോയി. അപ്പോഴാണ് അങ്ങോട്ട് ലിനിയൻ എന്ന ഒരു ആളെ കാണിക്കുന്നത്. അത് ടീച്ചറാകണം അല്ലെങ്കിൽ സീനിയർ ആകണം. ലെവൽ അഡ്വാൻസ്ഡ് കോമ്പറ്റീഷൻ അതും നടക്കുന്നുണ്ട് അടുത്ത മാസം മുതൽ. ടോപ്പ് 20 കയറുന്നവർക്ക് ഇന്നർ കോർട്ടിലേക്ക് അല്ലെങ്കിൽ ഇന്നർ അക്കാഡമിയിലേക്ക് പോകാൻ കഴിയും. അവനോട് ട്രെയിനിങ് ചെയ്യാത്തത് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ സീനിയേഴ്സിന്റെ കൂടെയൊക്കെ ഫൈറ്റ് ചെയ്യുന്നത്, സംഭവം സിയോയിന് വരാത്തതാണ് കാരണം എന്ന് അവൾക്ക് അറിയാം. ലിൻ അതുകൊണ്ട് തന്നെ വഴക്ക് പറയുന്നു. അത് കേട്ട് സിയോയിന് പ്രാവശ്യം വരും എന്ന് പറയുമ്പോൾ അവർ 2 വർഷമുള്ള കൾട്ടിവേഷൻ മിസ്സാക്കി എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ഇത് കേട്ട ഒരുത്തനോട് ദേഷ്യം. സിയോയിനെ കണ്ടിട്ട് പോലുമില്ല, എങ്കിലും ഇനിമയാക്കിയെന്ന് കാരണം യൂണറിന് അവനെ ഇഷ്ടം, യൂണറിന് സിയോയന് ഇഷ്ടം, സിയോയന് ആർക്കെന്ന് സംശയം. ഇതേ സമയത്ത് സിയോയൻ വരുമ്പോഴാണ് ഇനി എൻ്റർ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് കോർണർ റീജിയൻ എന്നൊരു വേറൊരു സ്ഥലത്തേക്കാണ്. അവിടെ വളരെയധികം ഡേഞ്ചറാണ്. അവൻ്റെ പർപ്പിൾ വിങ്സ് അത് വളരെ റെയർ ആയതുകൊണ്ട് തന്നെ കൊന്നിട്ടായാലും അവരെടുക്കാൻ നോക്കും. അതുകൊണ്ട് തന്നെ നടന്നു പോവുകയാണ്. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണോ കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു പോകുമ്പോഴാണ് അവിടെ ഗേറ്റിന്റെ മുകളിലേക്ക് വരുത്തൻ അകത്തോട്ട് കാരണമെങ്കിൽ 500 ഗോൾഡ് കോയിൻ തരണം, ഇതെന്ത് റോഡാണ് എന്ന് പറഞ്ഞ് അവൻ എടുത്ത് കൊടുത്തു. എന്നിട്ട് അകത്തും കയറി. എന്നാൽ അതിനുള്ളിലാണെങ്കിൽ കച്ചവടമോ അല്ലെങ്കിൽ കച്ചവടക്കാരോ ഇല്ല. കുറെ വിരട്ടാനും അടിയുണ്ടാക്കാനും നടക്കുന്ന കുറെ പേര് മാത്രം. സിയോയനാണെങ്കിൽ പ്രശ്നം വേണ്ട എന്ന് വിചാരിച്ച് അവന് വേണ്ട മാപ്പ് അത് നോക്കുവാണ്. എന്നാൽ അവിടെ നിന്ന് കിട്ടിയില്ല. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരാളുടെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ വിരട്ടിയെടുക്കുന്ന ആൾക്കാരെ കാണുന്നത്. സിയോയനോട് പോകാനായിട്ട് മാസ്റ്റർ പറഞ്ഞു. എന്നാൽ അതിനു മുൻപേ അവർ കണ്ടിരുന്നു. ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് പോകുമ്പോൾ അവർ വളഞ്ഞു. ഞാൻ പൊയ്ക്കോളാം വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അവരടങ്ങിയില്ല. അടിക്കാനായിട്ട് വന്നു. സിയോയൻ കയറി അങ്ങ് മാന്തി എന്ന് പറയില്ല, അതുപോലെ തന്നെ സംഭവിച്ച് എല്ലാവരെയും റൂളറൊക്കെ വെച്ച് അടിച്ച് പറ്റിച്ചു വിട്ടു. എന്നിട്ട് പോകുമ്പോഴാണ് ആ ആള് വിളിക്കുന്നത്. അവൻ്റെ കൂടെ കാര്യം പറഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ കാര്യം നോക്കി പോയിടാം എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ ബ്ലാക്ക് കോർണർ റീജിയനിൽ വരുന്നവർ ഇവിടുത്തെ ഓഡിഷൻ ഹൗസിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, അങ്ങോട്ടേക്കാണ് പോകാറ്. അവനാവശ്യമായത് മാപ്പാണല്ലോ, അങ്ങോട്ട് പോകാനുള്ള സ്ഥലം അറിഞ്ഞൂടാ. അതുകൊണ്ട് തന്നെ മാസ്റ്റർ പറഞ്ഞുകൊണ്ട് കൂടി അയാളുടെ കൂടെ പോവാണ്. അങ്ങനെ പോകുമ്പോൾ അയാൾ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എവിടെയാണ്, എങ്ങോട്ടാണ് പോകുന്നത്, അങ്ങനെയൊക്കെ. അങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്നൊരു കൊടുങ്കാറ്റടിക്കുന്നത്. എന്നാൽ ആ കൊടുങ്കാറ്റിൽ എന്തോ ഒന്നുകൂടി വരുന്നത് പോലെ ഒരു വയലറ്റ് കളറ്. അവർ ക്യാരവാനൊക്കെ മറച്ച് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്, കാരണം പറന്നു പോതിരിക്കാൻ. എന്നാൽ അയാൾ പറന്നുപോയി സിയോയൻ പിടിച്ചു. അപ്പോഴാണ് ആ കാറ്റിനടിക്കുന്നതിനിടയിൽ ഒരാളെ കാണിക്കുന്നത്. അയാൾ ഒരു സ്പിരിറ്റ് ആണെന്ന് മനസ്സിലായി. പെട്ടെന്ന് എന്തോ ഒരു രൂപത്തിലുള്ള ഒരാൾ വരുന്നു. അയാളെ കണ്ട് തന്നെ അറിയാം ഈവിൾ പവർ യൂസ് ചെയ്യുന്ന ഒരാളാണെന്ന്. എന്തിനാ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ എന്ന് പറഞ്ഞു ആ സ്പിരിറ്റ് നിൽക്കുമ്പോൾ എന്നാൽ അയാൾ അടുത്തോട്ട് തന്നെ വരുവാണ്. പിന്നെ നേരെ അറ്റാക്ക് ചെയ്യുന്നെങ്കിൽ അതെല്ലാം നിഷ്പ്രയാസം തടഞ്ഞു. എന്നിട്ട് കയ്യിലുള്ള ചങ്ങല പോലുള്ളത് അത് വെച്ച് അറ്റാക്ക് ആദ്യമൊക്കെ മാറി പോയെങ്കിലും പിന്നെ പിടി വീണു. അങ്ങനെ ഇടുകയാണ്. ഇതൊരു ഈവിളാണ്, അത് ആൾറെഡി ആരാണെന്ന് മനസ്സിലായി കാണണം, എങ്കിലും പോകെ കാണും. എന്നിട്ട് അവൻ്റെ അടുത്ത് വന്നിട്ട് നീ സ്ട്രോങ് ആണ്, അത് എനിക്ക് കിട്ടിയാൽ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ആ സോള് മുഴുവൻ എടുക്കുന്നു. എങ്ങനെ സോള് അല്ലെങ്കിൽ ആത്മാവിൻ്റെ തന്നെ. എന്നിട്ട് അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോഴാണ് സിയോയനെ സ്പോട്ട് ചെയ്യുന്നത്. അങ്ങോട്ടത്തോട്ട് വരുന്നു. അവൻ റെഡിയായി. എന്ന് ഇതൊരു സ്പിരിറ്റ് ഫോം അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് പോയി. മാസ്റ്ററിനെ വിളിക്കുമ്പോൾ കണക്ഷൻ കട്ടാക്കിയിരുന്നു. നോർമലായതോടെ പിന്നും പോകുന്നു. സിയോയനാണെങ്കിൽ ഇന്നലെ നടന്നത് ആരാണോ വന്നത്, മാസ്റ്റർ എന്തിനാണ് കണക്ഷൻ കട്ടാക്കി എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് മാസ്റ്റർ സംസാരിക്കുന്നത്. പുറത്തും വന്നു. ഇത് നീ കുറച്ച് സ്ട്രോങ് ആയിട്ട് അറിയാനാണ് ഞാൻ വിചാരിച്ചത്, എങ്കിലും ഇനി വെച്ച് താമസിക്കുന്നില്ല. മുൻപ് കണ്ട ആള് അത് യുഡ്ല സെക്ടിനേക്കാൾ മോസ്റ്റ് പവർഫുൾ ആയ ഒരാളാണ്, എനിക്ക് പോലും എതിർക്കാൻ കഴിയില്ല, നിനക്കത് കേൾക്കണം. അവനും അതെ, എത്ര പവർഫുൾ ആയാലും മാസ്റ്റർ ഭയക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയണം, കാരണം നിങ്ങളുടെ ഡിസിബിൾ ആണ്. അത് കേട്ട് ചിരിച്ചിട്ട് യാവോച്ചൻ കറക്റ്റ് ആളെ തിരഞ്ഞെടുത്ത്. അതിട്ട് യാവോച്ചനോ, ഈ പേര് കേട്ടിട്ടില്ലല്ലോ.
അപ്പോൾ പറയാണ് ഡൗക്കി കോർഡിനേറ്റിലെ മോസ്റ്റ് പവർഫുൾ ആയ ഒന്നാണ് സോൾ ഷൈൻ അല്ലെങ്കിൽ സോൾ ഹള്. അവർ വളരെ സ്ട്രോങ് ആയവരാണ്. ഫിസിക്കലി അവരെ കൊല്ലും, എന്നിട്ട് അവരുടെ ആത്മാവിനെ എടുക്കും, എന്നിട്ട് അത് കൾട്ടിവേഷൻ ചെയ്യും. അങ്ങനെ ഒരു ആത്മാവിൽ പെട്ട ഒരാളായിരുന്നു ഞാൻ. എന്താ ഞാൻ എങ്ങനെയൊക്കെയോ അവരിൽ നിന്ന് എസ്കേപ്പായി. അവരെന്നെ തേടുകയാണ്. എനിക്ക് പേടി അവരെന്നെ കണ്ടുപിടിക്കുമെന്നാണ്. അത് കേട്ട് ശിവയാൻ എനിക്ക് ദേഷ്യം വന്നു. ആ ഹാർട്ട് ഫ്ലെയിം അത് പെട്ടെന്ന് തന്നെ ഒപ്പിക്കാം എന്ന് പറയാണ്. ഈ ഹാർട്ട് ഫ്ലെയിമിന്റെ ഫുൾ നെയിം ഫാളൻ ഹാർട്ട് ഫ്ലെയിം എന്നാണ്. അത് കഴിഞ്ഞാണ് ആഡിഷൻ ഹൗസിലേക്ക് എത്തുന്നത്. അവിടെ ബ്ലാക്ക് റീജിയനിൽ കോർണർ എന്ന് പറയുന്നില്ല, പല സ്ഥലത്തുള്ള ആൾക്കാരുണ്ട്. അവരെ കണ്ടാൽ തന്നെ അറിയാം എങ്ങനത്തെ ഉള്ള ആൾക്കാരാണെന്ന്. എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ സ്വഭാവം തന്നെ അറിയേണ്ടി വരും, അല്ലാതെ മുഖം നോക്കി പറയാൻ പറ്റില്ലല്ലോ. അതിനകത്തേക്ക് പോകുമ്പോൾ സെല്ല് ചെയ്യാനായിട്ട് ഗ്രീൻ സ്പിരിറ്റ് സ്വില്ല് അത് കൊടുക്കാനാണ് വെച്ചേക്കുന്നത്. അവന്റെ ഫർണൈസ് പൊട്ടിപ്പോയത് കൊണ്ട് തന്നെ കുറച്ചേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് വെച്ച് നല്ല പ്രൈസ് കിട്ടിയാൽ മതിയായിരുന്നു എന്നും പറഞ്ഞാണ് പോകുന്നത്. മാസ്റ്റർ ബോ ഞാൻ ഒന്ന് മറന്നു. നിനക്ക് ഫാളൻ ഹാർട്ട് വേണമെങ്കിൽ 6th ടയർ പെൻസിലിന് ഉണ്ടാക്കാനുള്ളത് പ്രിപ്പയർ ചെയ്യണം. എന്തൊക്കെ വേണമെന്ന് ചോദിക്കുമ്പോൾ ഓരോ ലിസ്റ്റ് പറഞ്ഞിട്ട് അവസാനം 6th റാങ്ക് മോൺസ്റ്റർ കോർ, അതായത് ഒരു ഡൗപാങ് ലെവല്, അതിന് തുല്യമായ ഒരു ബീസ്റ്റ് ലൈക്ക് മുൻപത്തെ ക്യൂൻ മെഡുസ. അങ്ങോട്ട് പോകുമ്പോഴാണ് ഒരു 8 ഗേറ്റ് എന്നൊരു സ്ഥലത്തേക്ക് എത്തുന്നത്. അവിടെ മുഴുവൻ ഹയസ്റ്റ് ഗാർഡ്സ് തന്നെയാണ് വെച്ചേക്കുന്നത്, കാരണം പ്രശ്നം കൂടുതലുള്ളത് അവിടെ ആകുമല്ലോ. അപ്പോഴാണ് അങ്ങോട്ട് ഫാൻ എന്ന ഒരാൾ വരുന്നത്. അവ ഒരു ഡൗ സ്പിരിറ്റ് ലെവലുള്ള ഒരുത്തനാണ്. ആൾക്കാരും അവൻ വരുമ്പോൾ ഓരോരോ കാര്യങ്ങൾ രഹസ്യമായിട്ട് പറയുന്നുണ്ട്. ഇവൻ കുറച്ച് ക്രൂരാണ്, ഇവൻ ബ്ലഡ് സെറ്റ് എന്ന ഒരു ക്ലാനിലുള്ളതാണ്, ഇവൻ്റെ അച്ഛനെ വെച്ച് നോക്കിയാൽ ഈ 8 ഗേറ്റ് ഒന്നുമല്ല എന്നൊക്കെ സൗണ്ടും ഉണ്ട്. ഇടയിൽ തട്ടി ഒരു പെണ്ണ് വീണ് അവനെ തടഞ്ഞതുപോലെയാണ് അവർക്ക്. അതുകൊണ്ട് തന്നെ വിളിച്ചോട് പോയിട്ട് കൊന്നു കളഞ്ഞു. ഓഡീഷൻ ഹൗസിലേക്ക് പോകുമ്പോൾ അവിടെ ഭയങ്കര കച്ചവടം നടക്കണം, മെറ്റൽ ഫാമിലിനേക്കാൾ വലുതാണ് എന്ന് സിയോയാൻ. അങ്ങനെ ആ സാധനം സെൻഡ് ചെയ്യാനുള്ള സ്ഥലത്തെത്തി. അയാൾ പറയുന്നുണ്ട് 1 lakh ഗോൾഡ് കോയിന് വെറുതായത് മാത്രമേ എടുക്കൂ, ടൈം വേസ്റ്റ് ആകരുത്. സിയോയാൻ അത് കൊടുത്തു. അയാൾ വന്ന് നോക്കുമ്പോൾ 2 ലൈനുള്ള ഗ്രീൻ സ്പിരിറ്റ്. ഇതും കുഴപ്പമില്ല, അത്ര വലിയ ഇതില്ലെങ്കിലും 3 ലക്ഷം ഗോൾഡ് കോയിന് ഉറപ്പിക്കാം എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല ഒന്നുകൂടി ഉണ്ട്. ആ മൂന്നാമത്തെ ആ ബോട്ടിലെടുക്കുമ്പോഴാണ് അത് 3 ലൈൻ ഗ്രീൻ സ്പിരിറ്റ് ആണ്. അതൊരു ഡൗ ലെവൽ പെട്ടെന്ന് ബ്രേക്ക് ആക്കുക മാത്രമല്ല 3 സ്റ്റാർ കൂട്ടി കൊടുക്കുന്നു. ഈ ബ്രേക്ക് ആക്കുക എന്നത് അടുത്ത സ്റ്റേജിലേക്ക് എത്തിക്കുക എന്നതാണ് പെട്ടെന്ന് തന്നെ. ഇത് എളുപ്പവഴി ആയതുകൊണ്ട് തന്നെ അതിന് സൈഡ് എഫക്റ്റ് 100% ഉണ്ടാവും, എന്നാൽ ഇത് വളരെ കുറവാണ് എന്നൊക്കെ പറയുമ്പോൾ ടൈം വേസ്റ്റ് ആക്കില്ലല്ലോ, ഒരിക്കലുമില്ല. പിന്നെ സൽക്കാരം മനസ്സിൽ 3 ലൈൻ റിഫൈൻ ചെയ്യാനുള്ള ആൾക്രിസ്റ്റൊക്കെ ബ്ലാക്ക് റീജിയണിൽ വളരെ കുറവാണ്. ചീഫ് വളരെ ഇൻട്രസ്റ്റിംഗ് ആവും. ആലോചിക്കണം, 3 ലൈൻ പിൽസ് അതിന് 7 ലക്ഷം ഗോൾഡ് കോയിനാണ് ഉറപ്പിച്ചത്. അതിനുശേഷം ഓഡീഷൻ ഹൗസ്, അവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. മെയിനായിട്ട് എൽഡർ കിങ് എന്ന ഒരു പെണ്ണ്, പിന്നെ എർഹാൻ എന്നൊരു ഗ്രൂപ്പ്, മൂന്നാമത് ഫാനിന്റെ ഗ്രൂപ്പ്. പിന്നെ ഈ 3 ഗ്രൂപ്പും പരസ്പരം എനിമീസ് ആണ്. ഇവർ VIPs ആണ്. അങ്ങോട്ട് ചെയ്യാനും വന്നു. അവനെ കണ്ട് ഇവനെന്നെ മുൻപ് കണ്ടായിരുന്നത് എന്ന രീതിയിൽ ഫാൻ. അവന്റെ അച്ഛൻ പറഞ്ഞേക്കുന്നത് വേണ്ടത് എന്താണോ അത് എടുത്തേക്ക്, പൈസ ഒന്നും നോക്കണ്ട, ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ അത് നമ്മൾ എടുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ബ്ലഡ് സെക്റ്റിലെ എൽഡർ അത് മാത്രമല്ല, ഇനി ആരെങ്കിലും അത് വാങ്ങുകയാണെങ്കിൽ അവരിവിടുത്തെ ജീവനോടെ പോകില്ല എന്നോട് പറഞ്ഞിരുന്നു. അതിനുശേഷം അങ്ങോട്ട് മറ്റേ അന്നേരം എന്താ പറയല്ലേ, മറന്നുപോയി, ഓഡിറ്റർ എന്ന് പറയാം. നേരെ വന്നിട്ട് ഇൻട്രഡൈസ് ഒക്കെ ചെയ്തിട്ട് ആദ്യം ട്രേഡിങ് ചെയ്യാൻ വെച്ചേക്കുന്ന ആ സാധനം പറയണം. അത് 2 ലൈൻ ഗ്രീൻ സ്പിരിറ്റ് ആണ്. അത് പറഞ്ഞ് എല്ലാവരും ഏറ്റുവാങ്ങി പോകുന്നു. ഇത് മതി സ്പിരിറ്റ് റിക്കവറി പിൽസ്, അതിന്റെ ഇൻഗ്രീഡിയൻസ് വാങ്ങാൻ. അപ്പോൾ ഫാനാണെങ്കിൽ 5.5 ലക്ഷം ഗോൾഡ് കോയിൻ പറയുവാണ്. അത് വാങ്ങാൻ നിൽക്കുമ്പോൾ 6 ലക്ഷം പറഞ്ഞ് എർഹാൻ. അവസാനം പറഞ്ഞ് എർഹാൻ 1 മില്യൺ അതിനെ വാങ്ങിച്ചു. അവരുടെ സെറ്റ് എന്നത് ബ്ലാക്ക് സ്കെലിട്ടൺ ടോംബ് എന്നാണ്. അവർക്കത് വാങ്ങാൻ കഴിയില്ല, നമുക്ക് തന്നെ കിട്ടും എന്ന് വിചാരിക്കുമ്പോഴാണ് അസിസ്റ്റന്റ് 1.5 മില്യൺ പറയുന്നത്. അത് കിട്ടി ഞെട്ടിപ്പോയി. സംഭവം അവനെ കൺട്രോളിലാക്കിയതാണ്. എർഹാൻ അറിയാം എത്ര പൈസ ഒന്നും കൊടുക്കാൻ കഴിയില്ല എന്ന്. അവസാനം അത് ഫാനിന് തന്നെ കൊടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് 3 ലൈൻ സ്പിരിറ്റ് ഓരോരുത്തരെ വിളിച്ച അവസാനം അത് 1.5 മില്യൺ തന്നെ ഉറപ്പിച്ച് കിങ് അത് വാങ്ങിച്ച്. ഇത് എവിടെ കേട്ടിട്ടുണ്ടല്ലോ, അവളാണ് മാസ്റ്റർ കിങ് ലിൻ. അവളെ കൊണ്ടുപോയത് ഇവളാണ് എന്ന് പറയുന്നേ. അവളുടെ പേരിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ എങ്ങനെയും അവളെ കണ്ടെത്തുമെന്ന് പറയുമ്പോൾ അവളിപ്പോൾ സേഫ് തന്നെയാണ്. ഫാനാണെങ്കിൽ ദേഷ്യം, എന്തിനായാലും അതെൻ്റെ കയ്യിൽ തന്നെയാണ് കിട്ടാൻ പോകുന്നത്. രാത്രി ഇര പഠിക്കാൻ വേണ്ടി സെറ്റാക്കി. ഇതേ സമയത്ത് അവിടെ ഓഡിഷൻ നടക്കുന്നുണ്ട്. ഇതൊരു മാപ്പാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് അറിയില്ല, എങ്കിലും ഇതൊരു ഏൻഷ്യന്റ് മാപ്പാണ്. അത് കണ്ടപ്പോൾ ഷോക്കായിപ്പോയി ചെയ്യുവാൻ. കാരണം അത് പ്യൂരിഫൈ ലോട്ടസിന്റെ ആ മാപ്പിന്റെ 3ാമത്തെ പീസാണ്. അത് ആരും വാങ്ങിയില്ല. ഷിയോയെ നൈസായിട്ട് അത് വാങ്ങി. അത് ഉറപ്പിക്കാനായിട്ട് വന്നതും ഫാൻ അത് കയറി ഇടക്കേറി കുറച്ചുകൂടെ പൈസ വാങ്ങിച്ച് അത് വെച്ച് വാങ്ങിച്ച് ഷിയോയൻ വിളിക്കാൻ വന്നത് മാസ്റ്റർ തടഞ്ഞു. അതിന്റെ വാല്യൂ അവർക്ക് മനസ്സിലാക്കണ്ട. ഇനി ഒരുപാട് പേര് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഷിയോയെ വിളിച്ചില്ല. എങ്കിലും അവന് ടെൻഷൻ ഉള്ളപ്പോൾ മാസ്റ്റർ പറയാണ് അത് നമുക്ക് തന്നെയാണ് എത്തിച്ചേരുക. അത് ആ ഫാനിന് തന്നെ കിട്ടി. അങ്ങനെ ആഡിഷൻ മുന്നോട്ട് പോകുന്നു. ഒരുപാട് സെല്ലായി. അതിനുശേഷം അടുത്തതായിട്ട് കാണിക്കുന്നത് 3000 ലൈറ്റനിങ് മൂവ്മെന്റ് എന്നതാണ്. ഒരു ലൈറ്റ് സ്പീഡിനേക്കാൾ പോകാൻ കഴിയുന്നതാകാം.
ഇതൊരു എർത്ത് ലെവൽ ഡൗക്കി സ്കില്ലാണ്. ഒരു അടിപൊളി ടെക്നിക്ക് തന്നെയാണ്. ഇറഹാനാണെങ്കിൽ ഇത് കിട്ടിയാൽ ഇതിന്റെ മുന്നിൽ ഫാന് ഒന്നുമല്ല. ഇങ്ങനെയുള്ളതൊക്കെ ആരാ കൊണ്ടുകൊടുക്കുന്നത് എന്ന രീതിയിൽ ഷിയോ ചോദിക്കുമ്പോൾ അതിന് ഇത് ആരും കൊണ്ടുകൊടുക്കുന്നതാവില്ല. ഇത് എവിടെന്നെങ്കിലും അടിച്ചു മാറ്റിയോ പിടിച്ചുപറിച്ചോ കൊണ്ടുവരുന്നതാണ്. ഇതിന്റെ വില നിങ്ങൾ പറയുമ്പോൾ 5 മില്യൺ എന്ന് ഇർഹാൻ. അതുകൊണ്ട് എല്ലാവരും ഷോക്കായി പോയി. എന്നാൽ ക്യുങ് ആണെങ്കിൽ 5.1, പിന്നെ 5.2 പറയുമ്പോൾ 8 മില്യൺ, പിന്നെ അങ്ങനെ പോയി അവസാനം 10 മില്യൺ ആയപ്പോൾ ഗിവ് അപ്പ് ചെയ്തു എല്ലാവരും. അത് ഇർഹാനെ കിട്ടുകയും ചെയ്തു. ക്യുങ്ങാണെങ്കിൽ മനസ്സിൽ പറയുന്നുണ്ട് ഇതിന്റെ അവസാനം എങ്ങനെയാകും എന്ന് കാണാം. ഇവന് പ്രാന്ത് 10 മില്യണൊക്കെ കൊടുത്ത് വാങ്ങാൻ എത്താ പോലെ ഷിയോയെ. പെട്ടെന്നാണ് അവിടെ ഗാർഡ്സ് എല്ലാവരെയും കൊണ്ടുവരുന്നത്. സ്ട്രിക്റ്റ് ആക്കി വെച്ചേക്കുന്നു. അതുപോലെ തന്നെ ഷീൽഡൊക്കെ വെച്ച് അല്ലെങ്കിൽ ബാരിയറൊക്കെ വെച്ച് മറച്ചു. ആരും അറ്റാക്ക് ചെയ്യാനോ എടുത്തോണ്ട് പോകാതിരിക്കാനോ. അവിടെ ഒരു സാധനം വെക്കണം. അതെന്താണെന്ന് നോക്കിയാലും ഒരു പിൽസ് ആണെന്ന് മനസ്സിലായി. മാസ്റ്റർ അത് നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ബാരിയർ വെച്ച് പ്രൊട്ടക്ട് ചെയ്തേക്കാണ്. ഇത് അവസാനത്തെ സാധനമാണ്. അപ്പോൾ ഷിയോയൻ ഇത് കണ്ടിട്ട് ഒരു 7th ടയർ പില്ല് പോലെ ഉണ്ട്. മാസ്റ്റർ ആണെങ്കിലും അതെ. എന്നാൽ അങ്ങനെയുള്ള പിൽസ് ഉണ്ടാക്കണമെങ്കിൽ അത് ഗ്രേറ്റ് ആയ ആൽക്കമിസ്റ്റിന് മാത്രമേ കഴിയൂ. ഈ കോണ്ടിനെന്റിലെ ചുരുക്കം പേര് മാത്രമാണ് ഉള്ളത്. അതിൽ റെയർ ആയവർക്ക് മാത്രമേ ഇത് പറ്റുകയുള്ളൂ. അത് തുറന്നപ്പോൾ ഒരു ഇൻയാങ് ഡ്രാഗൺ പിൽസ് ആണ്. അതുകൊണ്ട് ഷോക്ക്. മാസ്റ്റർ ചോദിക്കുമ്പോൾ പിന്നെ പറഞ്ഞുതരാം. ഇൻയാങ് എന്ന് പറയുമ്പോൾ എന്താണ്, നെഗറ്റീവ് പോസിറ്റീവ് ആകണം. അയാൾ അതിനെക്കുറിച്ച് പറയാനായിട്ട് തുടങ്ങി. ഒരു ഡൗലിംഗ് അല്ല ഡൗ സോങ് അതിലേക്ക് കയറണമെങ്കിൽ ആ ലെവൽ ബ്രേക്ക് ചെയ്യാൻ ഇത് ഉപയോഗമാകും. അതുമല്ല ഒരു ഡൗ സോങ് 5 സ്റ്റാർ ഉള്ള ആളുമായിട്ട് ഫൈറ്റ് ചെയ്താൽ പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഈ പിൽസ് ഉപയോഗിച്ചാൽ പിടിച്ചെടുക്കാൻ കഴിയും. സീരിയസ് സെഞ്ചുറി ആണെങ്കിൽ പോലും ഇത് മിറാക്കിൾ കാണിക്കും. അതുമല്ല ഡൗ വെനറൈറ്റ് അഥവാ ഡൗ സോങ് അതിലേക്ക് ബ്രേക്ക് ആകുമ്പോൾ ഈ പിൽസ് ഉപയോഗിച്ചാൽ സർവൈവ് ചെയ്യാനും കഴിയും. സാധാരണ അങ്ങനെ പറ്റില്ല. അതാണ് ക്യൂൻ മെഡുസ മുൻപ് മരിച്ചുപോയത്. 7 വർഷം കൊണ്ട് ഇത് ബ്രേക്കൊക്കെ തരും. അല്ലെങ്കിൽ ഒരു 10-15 വർഷങ്ങൾ എടുക്കുമായിരിക്കാം. എന്തെന്നറിയില്ല. ഇതൊരു പവർഫുൾ സ്പെല്ല് തന്നെയാണ് എന്ന് ഷിയോയൻ. എല്ലാവർക്കും അത് കണ്ടത് വാങ്ങാനായിട്ട് തയ്യാറായി. അച്ഛനോട് ഒരു സാധനം വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനായിട്ട് പറഞ്ഞു വിടുവാണ് എൽഡറിനോട്. അത് പറയുകയും ചെയ്തു. എന്നിട്ട് എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ ഇതിന് വാല്യൂ അല്ല, 2 കാര്യങ്ങൾ. ഒന്ന്, ഇതിന് ഉപയോഗിക്കാനുള്ള സ്ട്രെങ്ത് വേണം. ആസ്ട്രോപ്പോൾ തന്നെ പോകാം. ഇത് നിനക്ക് കഴിയില്ല. നിന്റെ സ്ട്രെങ്ത് വെച്ച് അത് കൺട്രോൾ ചെയ്യാനും പറ്റില്ല എന്ന് പറയുമ്പോൾ അവനൊരു നിരച്ച പേടിക്കണ്ട, നിനക്ക് ഫ്യൂച്ചറിൽ അത് ഉപകാരപ്പെടും. അപ്പോൾ അത് എടുക്കാൻ തയ്യാറായി നിൽക്കുവാണ്. അവന്റെ പൈസ അത് വാങ്ങാനായിട്ട് വരുമ്പോൾ അവിടെയുള്ള ആള് പൈസയുള്ള ആ ടോക്കൺ അല്ലെങ്കിൽ ആ പർപ്പിൾ കാർഡ് പോലെയുള്ള ഒരു കാർഡ് അത് കൊടുത്തു. അവൻ പോകാൻ നിൽക്കുമ്പോഴാണ് നിനക്ക് എൻ്റെ ചീഫിനെ കണ്ടിട്ട് പൊയ്ക്കൂടെ, ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇത് വേറെ ദിവസമാട്ടെ എന്ന് പറഞ്ഞ് അവൻ പോയി. അപ്പോഴാണ് അവിടെ ആ ചീഫിനെ കാണിക്കുന്നത്. അവൻ്റെ ഐഡന്റിറ്റി മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, പേര് മാത്രമേ പറഞ്ഞോളൂ, യവയാൻ. അവൻ ഹൈ ലെവൽ പിൽസ് ഉണ്ടെങ്കിൽ അത് അവർക്ക് ഗുണമാണല്ലോ. അതുകൊണ്ട് തന്നെ അവൻ്റെ ഐഡന്റിറ്റി മനസ്സിലാക്കി അവനെ ഫോളോ ചെയ്തിട്ട് വരാനായിട്ട് പറയുകയാണ്. അവനെയും വിട്ടു. ആ ഡ്രാഗൺ പിൽസ് അത് വാങ്ങിയത് കിങ് ആണ്. അവർക്ക് എസ്കോർട്ടിനായിട്ട് പോകണം എന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.